തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ പാറ്റൂർ വാഹന അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും പ്രദേശവാസികൾ ഇതുവരെ മോചിതരായിട്ടില്ല. തിങ്കളാഴ്ച വൈകുന്നേരം പാളയം ചാക്ക റോഡിൽ പാറ്റൂർ പള്ളിക്ക് സമീപം നടന്ന ദാരുണമായ സംഭവത്തിൽ മലയൻകീഴ് മച്ചേൽ ഉദയനിവാസിൽ പ്രശാന്ത് കുമാറിന്റെ കാൽ മുട്ടിന് താഴെ വെച്ച് അറ്റുപോയിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രശാന്തിന്റെ പരിക്കുകൾ ഗുരുതരമായി തുടരുകയുമാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അറ്റുപോയ കാൽ തുന്നിച്ചേർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. നിലവിൽ അപകടനില തരണം ചെയ്യാത്തതിനാൽ പ്രശാന്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ. അപകടത്തിനിടയാക്കിയ കാർ ഓടിച്ചിരുന്ന ചടയമംഗലം സ്വദേശി സിദ്ധാർത്ഥ് ശിവനെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിന് കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഭവ സമയത്ത് ഇയാൾ കടുത്ത മദ്യലഹരിയിലായിരുന്നുവെന്നും ബോധമില്ലാതെയാണ് വാഹനമോടിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്തരവാദിയല്ലാത്ത ഇത്തരം മനുഷ്യരുടെ ക്രൂരത കാരണം തകർന്നു പോകുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. പാളയം ചാക്ക റോഡിൽ ജനറൽ ആശുപത്രി മുതൽ പാറ്റൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഇപ്പോൾ നിരന്തരമായ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. പാറ്റൂർ പള്ളിക്ക് സമീപമുള്ള കൊടുംവളവും സമീപത്തെ ഇറക്കവുമാണ് ഇവിടുത്തെ പ്രധാന അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. പേട്ട ഭാഗത്തേക്ക് അമിത വേഗതയിലെത്തിയ കാർ വളവിൽ വെച്ച് നിയന്ത്രണം വിടുകയും ഡിവൈഡർ ഇടിച്ചു തകർത്ത് എതിരെ വന്ന ഓട്ടോയിലും പ്രശാന്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കിലും ഇടിക്കുകയായിരുന്നു. സാധാരണയായി മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് വെട്ടും പോഴത്തെ പോലെ അതിഭീകരമായ വേഗതയിൽ വാഹനങ്ങൾ ഇടിക്കുമ്പോൾ അസ്ഥികൾ പോലും തകർന്ന് ശരീരാവയവങ്ങൾ അറ്റുപോകാമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. അപകടത്തിന്റെ ഭീകരത വിളിച്ചോതുന്നതായിരുന്നു സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ പ്രശാന്തിന്റെ കാൽ പിന്നീട് പാറ്റൂർ പള്ളിയുടെ സെമിത്തേരിക്ക് സമീപമുള്ള ഭാഗത്തു നിന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ചാക്ക ഭാഗത്തേക്ക് പോകുമ്പോൾ ജനറൽ ആശുപത്രി കഴിഞ്ഞുള്ള 400ഓളം മീറ്റർ ദൂരം വലിയ ഇറക്കമാണ്. റോഡിന് ഏകദേശം 8 മീറ്ററോളം വീതി ഉള്ളതിനാൽ തിരക്കില്ലാത്ത സമയങ്ങളിൽ വാഹനങ്ങൾ അവിടെ അമിത വേഗതയിലാണ് ചീറിപ്പാഞ്ഞു പോകുന്നത്. പ്രധാന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന തിരക്കേറിയ മേഖലയായിട്ടും ഇവിടെ ഗതാഗത നിയന്ത്രണത്തിന് ആരുടെയും സേവനം ലഭിക്കാറില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ്. പലതവണ പ്രാണൻ നഷ്ടപ്പെടുന്ന അപകടങ്ങൾ നടന്നിട്ടും ഇവിടെ സ്പീഡ് ബ്രേക്കറോ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. നഗരത്തിൽ ആദ്യകാലങ്ങളിൽ വീതി കൂടിയ റോഡുകളിലൊന്നാണ് ആരാധനാലയങ്ങളുടെ ഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയ പാളയം ചാക്ക റോഡ്. എന്നാൽ ആദ്യത്തെ 4 വരി പാതകളിലൊന്നായ ഈ പാത ഇനി വീതി കൂട്ടുക എന്നത് പ്രായോഗികവുമല്ല. ഇനി ഒരു ജീവൻ കൂടി പൊലിയാതിരിക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിംഗ് കർശനമായി ഒഴിവാക്കുകയും അപകട മേഖലയായ ഇവിടെ അടിയന്തരമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. എന്തായാലും അപകടത്തിൽപ്പെട്ട യുവാവിൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. സാധാരണഗതിയിൽ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ അറ്റുപോയാലും അടിയന്തരമായി തന്നെ അവയൊക്കെ വീണ്ടും തുന്നിച്ചേർക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കാറുണ്ട്. ഇപ്പോൾ ആ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മദ്യപിച്ച് അലസമായി വാഹനമോടിച്ച യുവാവിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്.